നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ BA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫ്രം പ്രീ ഹിസ്റ്ററി ടു 7th സെഞ്ചുറി CE എന്ന പേപ്പറാണ് പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഈ പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് ഏർലി സ്റ്റോൺ ഏജ് സെറ്റിൽമെന്റ്സ് ഇൻ ഇന്ത്യ എന്നാണ്. അപ്പൊ ഈ ഒരു യൂണിറ്റ്, ഈ ഒരു എൻറ്റയർ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടം മുതൽ 7th സെഞ്ചുറി CE വരെയുള്ള കാലഘട്ടത്തെ കുറിച്ചാണ് ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൽ ഏർലി സ്റ്റോൺ ഏജ് സെറ്റിൽമെന്റ്സ് ഇൻ ഇന്ത്യ, ഇവിടെ നമ്മൾ പഠിക്കുന്നത് പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടം, അതുപോലെ ഹിസ്റ്റോറിക് കാലഘട്ടം, പ്രോട്ടോ ഹിസ്റ്റോറിക് കാലഘട്ടം, ഇനി മനുഷ്യന്റെ ആദ്യകാല ശിലായുഗങ്ങള്, ഈ ശിലായുഗത്തിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങള്, ടൂൾസ്, വെപ്പൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് എവിടെ നിന്നാണ്, ഇന്ത്യയിൽ ഏതെല്ലാം പ്രദേശങ്ങളിൽ നിന്നാണ് ഇതെല്ലാം എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, അതായത് ചരിത്രാതീത കാലം. നമ്മള് എഴുതപ്പെട്ട ചരിത്രരേഖകൾ അവൈലബിൾ അല്ലാത്ത ഒരു കാലഘട്ടത്തിന്റെ ചരിത്രത്തെയാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഈ കാലഘട്ടത്തിലെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആർക്കിയോളജിക്കൽ എവിഡൻസസിനെ മാത്രമേ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനെ ആശ്രയിച്ച് മാത്രമേ നമുക്ക് ആ ഒരു കാലഘട്ടത്തെ ചരിത്രം പുനഃസൃഷ്ടിക്കാൻ സാധിക്കൂ. ഇനി ചരിത്രകാലം എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട രേഖകൾ അവൈലബിൾ ആകുന്ന, അതായത് ലിറ്റററി എവിഡൻസ് ഒക്കെ അവൈലബിൾ ആകുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് റഫായിട്ട് പറഞ്ഞാൽ എഴുത്ത് വിദ്യ കണ്ടുപിടിച്ചത് ചരിത്രത്തെ രണ്ട് മൈൽ സ്റ്റോൺ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും, അതിനു മുൻപും ശേഷവും എന്ന്. ഇനി പ്രോട്ടോ ഹിസ്റ്ററി, ഈ എഴുത്തുവിദ്യ കണ്ടുപിടിക്കുന്നതിനുമുള്ള മുൻപുള്ള കാലഘട്ടത്തിന്റെയും എഴുത്തുവിദ്യ കണ്ടുപിടിച്ച കാലഘട്ടത്തിന്റെയും ഇടയിലുള്ള പീരീഡിനെ, അതായത് ഒരു ഇന്റർമീഡിയറ്ററി പീരീഡിനെയാണ് നമ്മൾ പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. ഇനി നമ്മള് ശിലായുഗം, അതായത് നമുക്ക് മനുഷ്യൻ ആദ്യ കാലഘട്ടത്തിൽ ശിലകളാണ് ഉപയോഗിച്ചിരുന്നത്. അവന്റെ ടൂൾസ് ആയിട്ടും വെപ്പൺസ് ആയിട്ടും ഒക്കെ ഉപകരണങ്ങളായിട്ടൊക്കെ അവൻ ഉപയോഗിച്ചിരുന്നത് ശിലകളായിരുന്നു. അപ്പൊ ഈ ഒരു കാലഘട്ടത്തെ മനുഷ്യൻ ശിലകളെ ഉപയോഗിച്ച് ജീവന കാര്യങ്ങൾ സമ്പാദിച്ചിരുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ ശിലായുഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശിലായുഗത്തെ നമുക്ക് പാലിയോലിത്തിക് ഏജ് എന്നും മെസോലിത്തിക് ഏജ് എന്നും നിയോലിത്തിക് ഏജ് എന്നും മൂന്നായിട്ട് ബേസിക് ആയിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. അതായത് പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്, പാലിയോ മീൻസ് പ്രാചീനം, പഴയത്, ലിത്ത് എന്ന് പറഞ്ഞാൽ ശില. അപ്പൊ പാലിയോലിത്ത്, പ്രാചീനമായിട്ടുള്ള ശിലകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് ശിലകള് അത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന അതേപോലെ, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും റഫായിട്ടുള്ള പരുക്കൻ ശിലകൾ ഉപയോഗിച്ച് ഉപജീവനം നടത്തിയ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് ശിലകളുടെ സ്വഭാവത്തിൽ ഘട്ടം ഘട്ടമായിട്ട് മാറ്റങ്ങൾ വരുന്നു. ഏറ്റവും മിനുസമാർന്ന രീതിയിൽ മനുഷ്യൻ ശിലകളെ ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് നിയോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ നിയോലിത്തിക് പീരീഡിൽ അവൻ ചൂണ്ടക്കൊളുത്ത് പോലെയുള്ളതും സൂചികൾ പോലെയുള്ളതും ഹാൻഡ് ആക്സും ചിസൽസും ഒക്കെ ഉപകരണങ്ങളായിട്ട് ഉപയോഗിച്ച, ആയുധങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിച്ച ഒരു കാലഘട്ടമാണ്. ഈ പാലിയോലിത്തിക്കിൽ നിന്നും നിയോലിത്തിക്കിലേക്കുള്ള സഞ്ചാരത്തിന്റെ ഇടയിലുള്ള ഒരു കാലഘട്ടം, അതായത് ഒരു ഇന്റർമീഡിയറ്ററി പീരീഡ് ആണ് മെസോലിത്തിക് കാലഘട്ടം എന്ന് പറയുന്നത്. മധ്യ ശിലായുഗം എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ഇനി ഈ പാലിയോലിത്തിക് കാലഘട്ടത്തിനെ നമുക്ക് വീണ്ടും അപ്പർ പാലിയോലിത്തിക്, ലോവർ പാലിയോലിത്തിക് എന്നെല്ലാം തരംതിരിക്കാനായിട്ട് സാധിക്കും. അതായത് ശിലകള് അതിന്റെ ഉപയോഗിക്കുന്ന രീതിക്കും അതുപോലെ അതിന്റെ ഷേപ്പിലും ഗുണമേന്മയിലും ഒക്കെ മനുഷ്യൻ വരുത്തിയ മാറ്റങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളിങ്ങനെ കാലഘട്ടങ്ങളായിട്ട് തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലേക്ക് വന്നത്? അതായത് പ്രകൃതിയില് കമ്പാരിറ്റീവ്ലി ഏറ്റവും ക്ഷമത കുറഞ്ഞ, ഒരുപാട് പരിമിതികളുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. മറ്റു ജീവജാലങ്ങൾക്കുള്ള പല ശാരീരിക പ്രത്യേകതകളും മനുഷ്യന് ഇല്ല. അവന് ചൂടിനെയും തണുപ്പിനെയും പ്രതിരോധിക്കാനോ പറക്കാനോ ജലത്തിന് ഉഭയ ജീവിതം നയിക്കാൻ, അതായത് ജലത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാനോ ഒന്നും അവന് സാധിക്കുന്നില്ല. ആഹാരം കടിച്ചു കീറി, ജീവികളെ വേട്ടയാടി പിടിച്ച് കടിച്ചു കീറി
ഭക്ഷണം പാകം ചെയ്യാനൊന്നുള്ള ശേഷി പൊതുവെ മനുഷ്യന് മറ്റു ജീവികളെ അപേക്ഷിച്ച് കുറവാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയ്ക്ക് പകരമായിട്ട് പ്രകൃതി അവന് ഏറ്റവും വലിപ്പം കൂടിയ ഒരു തലച്ചോറും ധിഷണാശേഷിയും മാത്രമാണ് മനുഷ്യന് പ്രകൃതി നൽകിയത്. അപ്പോൾ ഇത് വെച്ചിട്ട് അവന്റെ പരിമിതികളെയെല്ലാം ഓവർകം ചെയ്തുകൊണ്ടാണ് ജീവിച്ചത്. അതായത് അവന് കഴിയാത്തത് എല്ലാം അവൻ ഉപകരണങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേടിയെടുക്കുന്ന ഒരു രീതിയിൽ മനുഷ്യൻ അവന്റെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നു. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ഉറപ്പുള്ള ശിലകൾ എടുത്ത് അതിനെ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ച് അതിനെ ഉപകരണങ്ങളായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. അപ്പൊ ഈ ഒരു മനുഷ്യന്റെ ആയുധങ്ങളായിട്ടും ഉപകരണങ്ങളായിട്ടും ശില ഉപയോഗിച്ചതിന്റെ തെളിവുകളാണ് നമുക്ക് പ്രാചീന കാലത്തെ ചരിത്രം പുനഃസൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ചരിത്രാതീത കാലഘട്ടത്തിലെ ഉള്ള തെളിവുകളാണ്, ആർക്കിയോളജിക്കൽ എവിഡൻസ് മാത്രമാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ലഭിക്കുന്നത്. ഇനി മനുഷ്യന്റെ ഈ ഒരു വളർച്ചയെ കുറിച്ച് അല്ലെങ്കിൽ അവന്റെ എവല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ ഹ്യൂമൻ കൈൻഡിന്റെ എവല്യൂഷന്റെ വിവിധ സ്റ്റേജസ് കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതില് ഫസ്റ്റ് സ്റ്റേജ് ആദിമ മനുഷ്യന്റെ ഒരു 20 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു കാലം, അതായത് ഹോമിനിഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് മനുഷ്യൻ. അപ്പൊ ഹോമിനിഡ് വിഭാഗത്തിൽപ്പെട്ട ആദ്യകാല മനുഷ്യന്റെ ജീവിതകാലം 20 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലമാണ്. ഇതിൽ തന്നെ ഹോമോ ഹാബിലിസ് വിഭാഗത്തെയാണ് മനുഷ്യന്റെ ആദിമ രൂപമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി പിന്നീട് ഹോമോ ഇറക്ട്സ് ആണ്. ഇറക്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഉയർന്നു നിൽക്കുക എന്നാണല്ലോ. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ നിവർന്നു നിൽക്കാൻ കഴിവുള്ള രീതിയിലേക്ക് മനുഷ്യന്റെ ശാരീരിക ക്ഷമത വികസിച്ച അല്ലെങ്കിൽ നിവർന്ന നട്ടെല്ല് രൂപപ്പെട്ട എവല്യൂഷനിലൂടെ രൂപപ്പെട്ട കാലഘട്ടത്തെയാണ് ഹോമോ ഇറക്ട്സ് എന്ന് പറയുന്നത്. അതായത് 18 ലക്ഷം വർഷങ്ങൾക്ക് 20 വരെയാണ് ഹോമോ ഹാബിലിസിന്റെ പീരീഡ് എന്ന് പറഞ്ഞത്. 18 ലക്ഷം വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതാണ് ഈ ഹോമോ ഇറക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇറക്ട് ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ പോലും, ഇറക്ട് ചെയ്ത് നിൽക്കുന്ന മനുഷ്യനാണെങ്കിലും അവന്റെ കൈകൾക്ക് നീളം വളരെ കൂടുതലായിരുന്നു. അതായത് മുട്ടിന് താഴെ വരെ നീളമുള്ള വലിയ കൈകളായിരുന്നു മനുഷ്യന് ഉണ്ടായിരുന്നത്. അപ്പോ നിവർന്നു നിൽക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു വികാസത്തിന്റെ ഒരു പ്രത്യേക സ്റ്റേജിലാണ് സംഭവിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് നിയാണ്ടർതാൽ മനുഷ്യനാണ്. 4 ലക്ഷം മുതൽ 40,000 വർഷങ്ങൾക്ക് മുൻപ് വരെ ജീവിച്ചിരുന്ന ഒരു കാറ്റഗറിയാണ് നിയാണ്ടർതാൽ മനുഷ്യൻ. ഇത് ജർമ്മനിയിലെ നിയാണ്ടർ മേഖലയിലെ ഒരു ചുണ്ണാമ്പ് ശിലകൾക്കിടയിൽ നിന്നാണ് ഈ ഒരു കാലഘട്ടത്തിലെ മനുഷ്യന്റെ ഫോസില് ലഭിച്ചിട്ടുള്ളത്. അപ്പോ ശവസംസ്കാരങ്ങളും അതുപോലെ മനുഷ്യന്റെ സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഈ ഒരു 40,000 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടം. 4 മുതൽ 40,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിലാണ് നിയാണ്ടർതാൽ മനുഷ്യന്റെ കാലം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹോമോസാപ്പിയൻസ് ആണ്. ആധുനിക മനുഷ്യന്റെ, ഇന്നത്തെ മനുഷ്യന്റെ പൂർവികൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഹോമോസാപ്പിയൻസിനെയാണ്. ഭാഷയും കലയും ഒക്കെ വികസിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി മനുഷ്യന്റെ തലച്ചോറിലും അതുപോലെ അവന്റെ ശരീരത്തിലും ഒക്കെ വന്നിട്ടുള്ള മാറ്റങ്ങള്, കൈകൾ സ്വതന്ത്രമായിട്ട് ചലിപ്പിക്കാനുള്ള ശേഷിയും ഒക്കെ വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇന്ന് കാണുന്ന മനുഷ്യന്റെ നേർപൂർവികർ ഉത്ഭവിക്കുന്ന കാലഘട്ടം ഹോമോ സാപ്പിയൻസ്. ഇനി നമ്മൾ നോക്കുന്നത് ഭൂമിയുടെ ജിയോളജിക്കൽ ഏജസിനെ കുറിച്ചാണ്, ഭൗമ വർഷങ്ങളെ കുറിച്ചാണ്, ഭൗമ കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. അപ്പോൾ ഇത് ഭൂമി ഏതാണ്ട് 460 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമി ഇന്ന് കാണുന്ന രീതിയിലേക്കൊക്കെ രൂപപ്പെട്ടതെന്നാണ്, അല്ലെങ്കിൽ ഭൂമി ജനിച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഭൂമി ജനിച്ച് ഇന്ന് കാണുന്ന രീതിയിലേക്ക് വർഷങ്ങളുടെ എവല്യൂഷനിലൂടെയാണ് ഭൂമിയും എത്തിച്ചേരുന്നത്. അപ്പോ ഭൂമിക്ക് പ്രോട്ടറോസോയിക്, അതുപോലെ ആർക്കിയൻ, ഹാഡിയൻ തുടങ്ങിയ പ്രാഥമികമായിട്ടുള്ള ഭൗമ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രാഥമിക ഘട്ടം, അതായത് പ്രീ കാംബ്രിയൻ എറ എന്ന് പറയുന്നത് 541 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള ഒരു കാലഘട്ടമാണ് പ്രീ കാംബ്രിയൻ എറ എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ പ്രാഥമിക, ഭൂമിയുടെ ഉൽപ്പത്തിയുടെ പ്രാഥമിക ഘട്ടമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് കടലുകളും അന്തരീക്ഷവും ഒക്കെ ഭൂമിയിൽ രൂപപ്പെടുന്നത്. ഏതാണ്ട് 10,000 വർഷക്കാലം നീണ്ടു നിന്ന മഴ ഭൂമിയെ
ഭൂമിയിൽ കടലുകൾ രൂപം കൊള്ളുന്നതിന് കാരണമായെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സംഭവിക്കുന്നത് ഈ പ്രീ ക്രാമ്പിയൻ എറയിൽ ആണ്. ഇനി സൂക്ഷ്മജീവികളുടെ ഏറ്റവും ആദിമ പ്രോട്ടോസോവ വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മജീവികളൊക്കെ ഉത്ഭവിച്ചതും ഈ ഒരു കാലഘട്ടത്തിലാണ്. വെള്ളത്തിലാണ് ആദ്യമായിട്ട് സൂക്ഷ്മജീവികൾ ഉണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത്. ഇനി അടുത്ത സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പാലിയോസോയിക് ഏജ് ആണ്. ഈ പാലിയോസോയിക് ഏജ് 541 മുതൽ 252 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടമാണ്. അപ്പോ ഇതിലെ പ്രധാന ഘട്ടങ്ങള് ഒരു വലിയ അളവില് ജീവികള്, ഇത് കാംബ്രിയൻ കാലഘട്ടമാണ്. പ്രീ കാംബ്രിയൻ കഴിഞ്ഞിട്ട് വരുന്നതാണല്ലോ. അപ്പോ കാംബ്രിയൻ കാലഘട്ടമാണ്. ജീവികളുടെ വിസ്ഫോടന കാലഘട്ടം എന്ന് ഈ ഒരു കാലം അറിയപ്പെടുന്നുണ്ട്. അതിന്റെ കാരണം ഏറ്റവും കൂടുതൽ ജീവജാലങ്ങൾ ഒന്നിച്ച് ഉത്ഭവിച്ചത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോ ഓർഡോവിഷ്യൻ, സിലൂരിയൻ, ഡെവോണിയൻ എന്നീ ഉപകാലഘട്ടങ്ങളായിട്ട് ഇതിനെ തിരിക്കാറുണ്ട്. മത്സ്യങ്ങളും അതുപോലെ നിമ്നജീവികള് ഒക്കെ ഉത്ഭവിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി കാർബോണിഫറസ് എന്നറിയപ്പെടുന്ന ആദ്യ ഭൂഖണ്ഡങ്ങളുടെ ജനനവും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ ഡൈനോസറുകൾക്ക് മുൻപുള്ള ജീവജാലങ്ങൾ ഉത്ഭവിച്ച പെർമിയൻ എന്ന കാലഘട്ടവും ഒക്കെ ഭൂമിയുടെ ഈ ഒരു അല്ലെങ്കിൽ ഭൗമ കാലഘട്ടത്തിൽ പെടുന്നുണ്ട്. ഇതിൽ നിങ്ങൾ മറ്റു കാലഘട്ടങ്ങളൊന്നും ഓർത്തില്ലെങ്കിലും പ്രീ കാംബ്രിയനും ഓർക്കുക. അതുപോലെ പാലിയോസോയിക് യുഗത്തെയാണ് നമ്മൾ കാംബ്രിയൻ എന്നത്. അപ്പോൾ പാലിയോസോയിക് യുഗം എന്ന പേരും നിർബന്ധമായിട്ടും ഓർത്തിരിക്കണം. ഇതിനിടയിൽ നമ്മൾ പറഞ്ഞ ഓർഡോവിഷനും സിലൂരിയനും അതുപോലെ ഡെവോണിയനൊന്നും ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. മറ്റ് പ്രധാനപ്പെട്ട കാറ്റഗറി നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ദെൻ പാലിയോസോയിക്കിന് ശേഷമുള്ള, പാലിയോ എന്ന് പറഞ്ഞാൽ പ്രാചീനമാണെന്ന് നമ്മൾ ശിലയുടെ കാര്യത്തിൽ പറഞ്ഞല്ലോ. അപ്പൊ പാലിയോസോയിക്കിന് ശേഷം വരുന്നത് മെസോസോയിക് ആണ്. ഈ മെസോസോയിക് കാലഘട്ടം ഒരു 256 മുതൽ 66 ദശലക്ഷം വർഷങ്ങൾക്കിടയിലുള്ള കാലഘട്ടമാണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത ട്രയാസിക്, ജുറാസിക്, ക്രിട്ടേഷ്യസ്, ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ക്രിട്ടേഷ്യസ്, ജുറാസിക് യുഗം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ഡൈനോസറസിന്റെ ഒക്കെ കാലഘട്ടമാണ്. ഡിനോസറുകളൊക്കെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഭീമാകാരത്വമുള്ള സസ്യങ്ങളും പന്നൽ ചെടികളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ജുറാസിക് യുഗം എന്നൊക്കെ പറയുന്നത്. അപ്പോ ഈ ഒരു കാലഘട്ടത്തിലാണ് പാൻജിയ എന്ന ഒരു ഒറ്റ ഭൂഖണ്ഡമാണ് ഭൂമിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പാൻജിയ. അതുപോലെ ഈ ഒറ്റ ഭൂഖണ്ഡത്തെ ചുറ്റി ഒരു പന്തലാസ എന്ന ഒരു വലിയ സമുദ്രം ഇങ്ങനെയാണ്. അതായത് ഭൂമി ഒരു വലിയ ജലഗോളം, അതില് ഒരിടത്ത് മാത്രം ഒരു വൻ ഭൂഖണ്ഡം, ഇങ്ങനെയാണ് ഭൂമിയുടെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആൽഫ്രഡ് വെഗ്നർ എന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഈ ഒരു സിദ്ധാന്തം, ഭൂമിയുടെ വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്നൊരു സിദ്ധാന്തം കൊണ്ടുവരുന്നത്. അതായത് ഭൂമിയിൽ പെട്ടെന്ന് എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ഫോഴ്സ് ഭൂമിയിൽ നിന്നുണ്ടാകുന്നത് ഒരു ഭൂകമ്പമാകാം എന്ന് പറയുന്നു. ആ ഭൂകമ്പത്തിലൂടെ ഭൂമിയുടെ ഈ ഒറ്റ ഭൂഖണ്ഡം പിളർന്ന് ആ ഫോഴ്സിൽ അത് പല ഭാഗത്തേക്ക് ചിതറിപ്പോയെന്നും അത് പിന്നീട് അങ്ങനെ ഉറച്ചിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള വൻകരകളൊക്കെ ഉണ്ടാകുന്നത്. ഇതാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്ന സിദ്ധാന്തത്തിലൂടെ പറയുന്നത്. അതായത് ഭൂമിയുടെ ഇന്നത്തെ നമ്മളുടെ ഒരു ഗ്ലോബ് എടുത്തിട്ട് ഈ ഗ്ലോബിലെ അഡ്ജസന്റ് ആയിട്ടുള്ള ഓരോ വൻകരകളും മുറിച്ചെടുത്തിട്ട് അടുത്ത് വെച്ചാൽ അത് തമ്മിലൊരു ചേർച്ചയുണ്ട്. ഇതിനെ ഈർച്ചവാൾ ചേർച്ച എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സിദ്ധാന്തം ഒക്കെ വികസിപ്പിച്ചെടുത്തത് ആൽഫ്രഡ് വെഗ്നർ വികസിപ്പിച്ചെടുത്തത് ഈ ഒരു കാലഘട്ടത്തിന്റെ ഭൂമിയുടെ ഒരു പ്രത്യേക ഭൗമ യുഗത്തിലാണ് ഇത് സംഭവിച്ചത് എന്നാണ് പറയുന്നത്. ആ ഭൗമയുഗം 252 മുതൽ 66 ദശലക്ഷങ്ങൾ വരെയുള്ള മിസോസോയിക് കാലഘട്ടത്തിലാണ് സംഭവിച്ചെന്ന് പറയുന്നു. ഇനി നമുക്ക് പാലിയോലിത്തിക് ഏജ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പാലിയോലിത്തിക് ഏജിലേക്ക് ഒന്ന് തിരികെ വരാം. അപ്പൊ മനുഷ്യൻ ഏറ്റവും പ്രാചീനമായിട്ടുള്ള അല്ലെങ്കിൽ പരുക്കനായിട്ടുള്ള ശിലകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളെ അറിയപ്പെടുന്ന ആദ്യകാല ഉപയോഗങ്ങൾ ഈ ഒരു കാലഘട്ടത്തിലേതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ അറിയപ്പെടുന്ന തെളിവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കൃത്യമായിട്ട് ആർക്കിയോളജിക്കൽ എവിഡൻസ്, അതായത് അവരുപയോഗിച്ച ആ ശിലകൾ അതുപോലെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള കാലം. അപ്പൊ ഏറ്റവും പഴക്കമുള്ള ശിലയിൽ നമ്മൾ നടത്തിയ കാലഗണനയിൽ നിന്ന് മനസ്സിലാകുന്നത് ഇന്ന് അവൈലബിൾ ആയതിൽ ഏറ്റവും പഴയ ശില. അപ്പൊ ചരിത്രം അതാണല്ലോ, നമുക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ പിന്നീട് അതിലും പഴയത് കിട്ടിക്കഴിഞ്ഞാൽ ചരിത്രം അവിടെ തിരുത്തി കുറിക്കപ്പെടുന്നു. അപ്പൊ അതാണ് ചരിത്രത്തിന്റെ ഒരു
സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് അവൈലബിൾ ആയതിൽ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ശിലകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്രാചീന ശിലായുഗത്തിലേതാണ്. അപ്പൊ നമുക്ക് പ്രാചീന ശിലായുഗത്തെ മൂന്നായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് ലോവർ പാലിയോലിത്തിക് ഏജ് ആണ്. ലോവർ പാലിയോലിത്തിക് ഏജില് നമ്മള് തീയുടെ ഏറ്റവും നിയന്ത്രിതമായിട്ടുള്ള ഉപയോഗം, തീ കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷെ നിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ തീയെ ഉപയോഗിക്കാനേ മനുഷ്യന് സാധിച്ചിരുന്നുള്ളൂ. ഇനി നിയാണ്ടർതാൽ മനുഷ്യന്റെ ഒരു കാലഘട്ടമാണ്, അലഞ്ഞുതിരിഞ്ഞ് മനുഷ്യൻ നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പാലിയോലിത്തിക് ലോവർ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഇനി മിഡിൽ പാലിയോലിത്തിക് ഏജില് മനുഷ്യൻ ഗുഹാവാസം തുടങ്ങിയതും തീയെ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങിയതും ഒക്കെ ഈ ഒരു കാലഘട്ടം. അതുപോലെ നിയാണ്ടർതാൽ മനുഷ്യൻ തന്നെയാണ് വേട്ടയാടിയിട്ടാണ് അവൻ ഉപജീവനം നടത്തിയിരുന്നത്. അപ്പോ ഹോമോസാപ്പിയൻസ് രൂപം കൊള്ളുന്നതും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. മെസോലിത്തിക് ഏജിൽ തന്നെ ഹോമോസാപ്പിയൻസ് എന്ന വിഭാഗം മനുഷ്യനും, അതായത് മനുഷ്യന്റെ ഇന്ന് കാണുന്ന ആധുനിക മനുഷ്യന്റെ പൂർവികൻ രൂപം കൊണ്ടതും ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി മറ്റൊന്നാണ് അപ്പർ പാലിയോലിത്തിക് ഏജ് ആണ്. അപ്പർ പാലിയോലിത്തിക് ഏജില് ഹോമോസാപ്പിയൻസ് മാത്രമുള്ള, നിയാണ്ടർതാലൊക്കെ പോയി ഇപ്പൊ ഹോമോസാപ്പിയൻസ് മാത്രമുള്ള ഒരു കാലഘട്ടമാണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ ഇന്നത്തെ ആധുനിക മനുഷ്യൻ വികാസം പ്രാപിച്ച ഒരു കാലഘട്ടം തന്നെയാണ് ഇത്. ഇനി ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് ഇതിൽ നോക്കാനുണ്ട്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട സെന്ററുകൾ ഓർത്തിരിക്കണം. ഒന്നാമത്തേത് രാജസ്ഥാനിലെ സിംഗി തലവ് എന്ന് പറയുന്ന പ്രദേശമാണ്. രണ്ട്, മധ്യപ്രദേശിലെ ഭീംബേഡ്കയും ആദംഗഡും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറന്നു പോവാത്ത രണ്ട് കേന്ദ്രങ്ങളാണ് ഭീംബേഡ്ക ഗുഹകളും അതുപോലെ ആദംഗഡും. ഇത് രണ്ടും എവിടെയാണ്? MP മധ്യപ്രദേശിലാണ്. ഇനി ഉത്തർപ്രദേശിലെ ലളിത്പൂർ, അതുപോലെ അസമിലെ ഗാസിഗാരോ കുന്നുകളും നമ്മൾ ഭീംബേഡ്ക പോലെ എപ്പോഴും പറഞ്ഞു പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ബീഹാറിലെ പൽമാവും സിംഘവുമാണ് മറ്റൊന്ന്. ഇനി ഉത്തർപ്രദേശിലെ മിർസാപൂർ, ബന്ധ, അലഹബാദ്, അതുപോലെ മറ്റു പ്രദേശങ്ങള് അജ്മീർ രാജസ്ഥാനിലാണ്, ബറോഡ, ധൂലിയ ഇതൊക്കെ ഗുജറാത്തിലാണ്, അതുപോലെ പൂനെയും കരിംനഗറും മഹാരാഷ്ട്ര, നൽക്കൊണ്ട, ഗുണ്ടൂര്, നെല്ലൂര്, ചിറ്റൂര് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിൽക്കുകയാണ് നമുക്ക്. അതുപോലെ ചിർക്കി, നെവാസ, പിന്നെ ഹൻസ്ഗരി, എദിയാപൂർ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലെ പാലിയോലിത്തിക് കാലഘട്ടത്തിലെ സൈറ്റുകളാണ്, അതായത് എവിഡൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി മിസോലിത്തിക് പീരീഡ് ആണ് മറ്റൊന്ന് അടുത്തത്. പാലിയോലിത്തിക്കിന്റെ നിയോലിത്തിക്കിന്റെ ഇടയിലുള്ള കാലഘട്ടമാണ് മിസോലിത്തിക്. മിസോലിത്തിക്കിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. അത് 10,000 മുതൽ 8,000 BC വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ മിസോലിത്തിക് കാലഘട്ടം എന്ന് പറയുന്നത്. ഇതിന് നമുക്കൊരു രണ്ടാം ശിലായുഗം എന്ന് പറയാം. ഒന്നാം ശിലായുഗം പാലിയോലിത്തിക് ആണെങ്കിൽ രണ്ടാം ശിലായുഗം എന്നതിനെ പറയാം. ബ്ലേഡ് പോലെയുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചത്, കല്ലുകൾ ഫ്ലേക്സ് ആയിട്ടൊക്കെ ഉപയോഗിച്ച ഒരു കാലഘട്ടമായിരുന്നു ഇത്. അതായത് ഈ ബ്ലേഡ് പോലെയുള്ളതൊക്കെ ഉപയോഗിച്ചതിനെ നമ്മൾ മൈക്രോലിത്തുകൾ എന്നാ പറയുന്നത്. മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുതായി. പാലിയോലിത്തിക്കില് പരുക്കൻ വലിയ ശിലകൾ ഉപയോഗിച്ചതിൽ നിന്നും കയ്യിൽ പിടിക്കാവുന്ന രീതിയിൽ ചെറുതാക്കി ഉപയോഗിച്ചത് കൊണ്ടാണ് നമ്മൾ ഇതിനെ മൈക്രോലിത്തിക് കാലഘട്ടം എന്ന് പറയുന്നത്. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മൈക്രോലിത്തിക് കാലഘട്ടം ഏതാണ്? അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും ചെറിയ ശിലകൾ എന്നുള്ള രീതിയിൽ നിയോലിത്തിക്കിലേക്ക് പോകും. പക്ഷെ നിയോലിത്തിക് അല്ല, മൈക്രോലിത്തിക് കാലഘട്ടം എന്ന് പറയുന്നത് മിസോലിത്തിക് കാലഘട്ടത്തെയാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഉപകരണങ്ങൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പഠിച്ചു. മത്സ്യബന്ധനത്തിന്, അതുപോലെ വേട്ടയാടാന്, ഫുഡ് ഐറ്റംസ്, അതായത് കിഴങ്ങുകളൊക്കെ ഡിഗ് ചെയ്ത് കുഴിച്ചെടുക്കാൻ, ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ധാരാളമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് കൊണ്ട് തന്നെ അവരുടെ ഉപജീവന മാർഗങ്ങളിലും ഇത്തരം ഡൈവേഴ്സിറ്റീസ് ഒക്കെ പ്രകടമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഗുഹാചിത്രങ്ങളും സെറാമിക്സ്, പാത്രങ്ങളുടെ സെറാമിക്സ് ഒക്കെ ഉപയോഗിച്ചത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ ആരംഭം ഇവിടെയാണ്, എന്നാൽ അതിന്റെ വികാസം എവിടെയാണ്? അത് നിയോലിത്തിക്കിലാണ്. അപ്പോൾ കാർഷിക സമ്പദ് വ്യവസ്ഥ ആരംഭിച്ചത് ഇവിടെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ചില ചരിത്രകാരന്മാർ ഈ ഒരു കാലഘട്ടത്തെ എപ്പി പാലിയോലിത്തിക് എന്ന പേരിൽ വിളിക്കാറുണ്ട്. എപ്പി പാലിയോലിത്തിക് യുഗം എന്നതിനെ വിളിക്കാറുണ്ട്. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മെസോലിത്തിക് കേന്ദ്രങ്ങൾ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തേത് മിർസാപൂരിലെ റോക്ക് ഷെൽട്ടേഴ്സ് ആണ്. പിന്നെ ദിൽവാര, ബാഗോർ ആൻഡ് ഗണേശ്വർ. ബാഗോറും ഗണേശ്വരും ദിൽവാരയൊക്കെ എവിടെയാണ്? അതൊക്കെ രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ പ്രദേശങ്ങളിൽ നിന്നാണ് ഈ മെസോലിത്തിക് ഏജിലെ ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുള്ളത് പ്രധാനമായിട്ടും. പിന്നെ മറ്റൊന്ന് പാറ്റ്നെ, പച്ചാട്,
ഹതികുംഭ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ, ഇതൊക്കെ മഹാരാഷ്ട്രയിലാണ്. അപ്പോ പാറ്റ്നയാണ്. പാറ്റ്ന പൂനെ ബീഹാറിലാണ്. എന്നാൽ ഇത് പാറ്റ്നയാണ്. ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് പിന്നീട് വരുന്ന കാലഘട്ടത്തിലേതാണ് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു മെസോലിത്തിക് കേന്ദ്രമാണ് പച്മാർഹി, ആദംഗഡ്, അതുപോലെ പുറ്റ്ലികരാർ, ഭീംഭേഡ്ക, ഭാഗോർ സെക്കൻഡ് കേവ്സ് ആണ്. ഭാഗോർ കേവ്സ് ആണ്. അപ്പൊ ഭാഗോർ സെക്കൻഡ്, ഫസ്റ്റ് കേവ്സ് ഈ കാറ്റഗറി അല്ല, സെക്കൻഡ്. ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളൊക്കെയാണ് മെസോലിത്തിക്കിന്റെ പ്രധാനമായിട്ട് ഇന്ത്യയിൽ നിന്നും എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള പ്രദേശങ്ങൾ. ഇനി അടുത്തത് നിയോലിത്തിക് ആണ്. നിയോലിത്തിക് യുഗം ഈ കാലഘട്ടത്തിലാണ് ആളുകൾ കൂടുതലായിട്ടും കൃഷിയിലേക്കും മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതിലേക്കും ഒരു സെറ്റിൽഡ് ലൈഫിലേക്കും ഒക്കെ മനുഷ്യൻ പ്രവേശിക്കുന്നത്. തീയുടെ യഥേഷ്ടമായിട്ടുള്ള ഉപയോഗം മനുഷ്യൻ പഠിച്ചത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ധാരാളമായിട്ട് ചക്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവൻ മൺപാത്രങ്ങളുടെ നിർമ്മാണം, അതിനെ തന്നെ ചുട്ടെടുക്കുന്ന രീതി, ഇതൊക്കെ അവലംബിക്കുന്നത് നിയോലിത്തിക് പീരീഡിലാണ്. എന്ന് വെച്ചാല് ഈ കാലഘട്ടത്തിൽ ഒരു ട്രെമൻഡസ് ചേഞ്ചസ് ആണ് ഈ കാലഘട്ടത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നിയോലിത്തിക് റെവല്യൂഷൻ, നവീന ശിലായുഗ വിപ്ലവം, ഗോർഡൻ ബി ചൈൽഡ് എന്ന ഒരു ചരിത്രകാരനാണ് ഇതിനെ നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിയോലിത്തിക് കാലഘട്ടം 9000-നും 7000-നും ഇടയിലുള്ള BCE ഇടയിലുള്ള കാലഘട്ടമാണ് നിയോലിത്തിക് കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ ഭക്ഷണ ഉൽപാദനത്തിലേക്ക് നീങ്ങിയതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്. അതുവരെയുള്ള കാലഘട്ടത്തിലൊക്കെ മനുഷ്യൻ ഉള്ള ഭക്ഷണത്തെ പ്രകൃതിയിലൊക്കെ ഉള്ളതിനെ കണ്ടെത്തി ഭക്ഷിക്കുന്നതായിരുന്നു, ഇരതേടി ജീവിക്കുന്നതിനായിരുന്നു, ഫുഡ് ഗ്യാദേഴ്സ് ആയിരുന്നു, ഹണ്ടേഴ്സ് ഒക്കെ ആയിരുന്നു. എന്നാൽ ഇവിടെ മനുഷ്യൻ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് മാറുന്നു, ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നവനായിട്ട് മാറുന്നത് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാനമായിട്ടും നിയോലിത്തിക് എവിഡൻസസ് എവിടുന്നൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. ഒന്നാമത്തേത് പാകിസ്ഥാനിലെ മെഹർഗഡിൽ നിന്നാണ്. പിന്നെ ബീഹാറിലെ ചിരന്ത്, അതുപോലെ കശ്മീരിലെ ബർസഹോം, പിന്നെ ഹല്ലൂർ, കർണാടകത്തിലെ ഹല്ലൂരിൽ നിന്ന്, ഇവിടെ നിന്നൊക്കെയാണ് പ്രധാനപ്പെട്ട നിയോലിത്തിക് എവിഡൻസസ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. കമ്പാരിറ്റീവ്ലി അല്പം വലിയ യൂണിറ്റ് ആണ്. താങ്ക് യു.